ഹലോ നമസ്കാരം, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് മാപ്പിളപ്പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, മലബാറുകാർക്ക് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയായിരിക്കും അല്ലേ മാപ്പിളപ്പാട്ടിനോട്. അപ്പോൾ ഇന്ന് ഞാൻ എസ് എ ജമീൽ സാറിനെ കുറിച്ചാണ് പറയാൻ പോണത്. അദ്ദേഹം മലപ്പുറംകാരനാണ്. ഞാനും മലപ്പുറംകാരിയാണ് കേട്ടോ. മലപ്പുറം നിലമ്പൂരാണ് സ്വദേശം എൻ്റെത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. കത്തുപാട്ടുകളുടെ രാജകുമാരനാണ് അദ്ദേഹമാണ്. കത്തുപാട്ടുകൾ എഴുതി നമ്മളെയൊക്കെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെയൊരു കത്തുപാട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് എഴുതിയ 1977 തോന്നുന്നു. അദ്ദേഹം ആദ്യമായിട്ട് എഴുതിയ കത്തുപാട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി പാടാൻ പോണത്. അപ്പോൾ അതിന് മുൻപ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. എന്താ വെച്ചാൽ ഞാൻ ഒരു 10-15 കൊല്ലം മുന്നേ പ്രോഗ്രാമിന് വേണ്ടി പോയതായിരുന്നു. അത് കാളികാവ് എങ്ങാണ്ടാണ് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം കുറച്ച് സുഖമില്ലാതെ ഇരിക്കുന്നു, ഈ എസ് എ ജമീൽ സാറ്. അപ്പോൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വന്ന് പറഞ്ഞു, ഫോൺ കോൾ വന്നു, അദ്ദേഹം മരിച്ചു എന്ന്. അപ്പോൾ പെട്ടെന്ന് പ്രോഗ്രാം നിർത്തി വയ്ക്കുകയും ഞങ്ങളങ്ങനെ പോയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ ആ ഓർമ്മയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരിക കേട്ടോ. 15 വർഷമായിട്ടുണ്ട്, എൻ്റെ കല്യാണത്തിനൊക്കെ മുന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കത്തുപാട്ടുകളൊക്കെ ഞാൻ പാടിയിട്ടുണ്ട് സ്റ്റേജിൽ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ പഴയ ഡയറിയൊക്കെ അങ്ങനെ മറിച്ച് നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ പാടാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ പാട്ടാണ്. ഞാൻ എല്ലാവരും ക്ഷമിക്കണം, കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഏതായാലും പാട്ടിലേക്ക് പോവാം. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പീരീശത്തിൽ ചൊല്ലിടുന്നു വസ്സലാം. ഞങ്ങൾക്കെല്ലാം സുഖമാണിവിടെ എന്നു തന്നെ എഴുതിടട്ടെ. മറുനാട്ടിൽ നിങ്ങൾക്കും അതിലേറെ ക്ഷേമമാണെന്ന് കരുതി സന്തോഷിക്കട്ടെ. എഴുതിയറിയിക്കാൻ കാര്യങ്ങൾ 100 എഴുതുകയല്ലാതെ വേറെന്തു വഴിയുണ്ട്. എൻമിഴികൾ തൂകും കണ്ണുനീരതു കണ്ട് എൻ കരൾ വേദന കാണുവാനാരുണ്ട്. എങ്ങനെ ഞാൻ പറയും എല്ലാം ഓർത്ത് എന്നെന്നും ഞാൻ കരയും. ഈ കത്തിന് ഉടനടിയൊരു മറുപടി തന്ന് സങ്കടം തീർത്തിടണേ. ഇടയ്ക്കിടെ എന്നെയും ഓർത്തിടണേ. മധുവിധു നാളുകൾ മനസ്സിൽ കഴിയുന്നു. മദനക്കിനാവുകൾ മാറോടണയ്ക്കുന്നു. മലരണി രാത്രികൾ മഞ്ഞിൽ കുളിക്കുന്നു. മണിയറക്കട്ടിയിലോ മാടി വിളിക്കുന്നു. എങ്ങനെ ഞാനുറങ്ങും കിടന്നാലും എങ്ങനെയുറക്കം വരും. ഉറങ്ങിയാലും മധു പകർന്നിടും പുതു സ്വപ്നം കണ്ടു ഞെട്ടിയുണരും. തലയിണ കൊണ്ടു കെട്ടിപ്പുണരും. പൊന്നും മുതലും പണം പണ്ടം വങ്കീസും ഫോറിൻ തുണികളണിഞ്ഞുള്ള പത്രാസും 4 പേർ കാണേ നടിക്കുന്ന മാമൂസും നാട്ടിലേറ്റം വലിയൊരു വീടിൻ്റെ അന്തസ്സും ഉണ്ടെനിക്കു സകലം. എല്ലാം ഉണ്ടായിട്ടെന്തോ ഫലം. അനാഥയം ഇണതുണയറ്റ ഗുണമണമുള്ള പെൺമലരായി വിരിഞ്ഞേ
വിരഹത്തിൻ വെണ്ണീറായി വെന്തെരിഞ്ഞേ. 2-4 വർഷം മുമ്പ് നിങ്ങൾ വന്ന് 8-10 നാളുകൾ മാത്രം വീട്ടിൽ നിന്ന്. അതിലുണ്ടായൊരു കുഞ്ഞിന് 3 വയസ്സായിന്ന്. അവനെന്നും ചോദിക്കും ബാപ്പായി വീടെന്ന്. ഓടിച്ചാടി കളിക്കും മോൻ ബാപ്പാനെ മാടി മാടി വിളിക്കും. അത് കാണുമ്പോൾ ഉടഞ്ഞിടും ഇടനെഞ്ച് പിടഞ്ഞിടും. പൂക്കും ഈ പൈതലല്ലേ, ആ മുഖം കാണാൻ പോതി നിങ്ങൾക്കുമില്ലേ. എൻ പ്രിയമാരഞ്ഞി ദുനിയാവിനക്കരെ തേങ്ങിക്കരഞ്ഞു തുടിക്കും ഞാനിക്കരെ. ഇടയിലൻ കൽബ് പോലലറും കടൽ തീര. ഈ ജീവിതം വേറും നരകാഗ്നി താഴ്വര. എന്തിനു ജീവിക്കുന്നു നിങ്ങളീ തീയിലിട്ടെന്നെ വേവിക്കുന്നു. വില്ലമ്പേറ്റ് ചിറകൊടിഞ്ഞൊരു ചെറുകുരുവിയായി മണ്ണിൽ വീണു പതിച്ചേ. പാവം പെണ്ണ് എന്നെ വിധി ചതിച്ചേ. അന്ന് മധുരം നുകർന്നോരീ മണിയറ. ഇന്ന് ഞാൻ പാർക്കും തടങ്കൽ തടവറ. മണവാട്ടിയായി വന്ന് കയറിയോരീ കൂര. മനമോഹങ്ങൾ കൊന്ന് കുഴിച്ചിട്ട കല്ലറ. കണ്ണീരിൻ പൂവിരിഞ്ഞ് കഥനക്കരളിൽ കൽബ് കത്തിക്കരിഞ്ഞ്. കര കാണാതെ കുടുങ്ങിടും നടുക്കടലിടുക്കിൽ ഞാൻ നീന്തി നീന്തി തുടിക്കും. അങ്ങനെ ഞാൻ നീറി നീറി മരിക്കും. മധുരം നിറച്ചോരൻ മാംസപ്പൂവൻ പഴം മറ്റാർക്കും തിന്നാൻ കൊടുക്കൂലൊരിക്കലും. മരിക്കോളം ഈ നീതി കാക്കും ഞാനെങ്കിലും. മലക്കല്ല ഞാൻ പെണ്ണെന്നോർക്കേണം നിങ്ങളും. യൗവനത്തേൻ പൊഴിഞ്ഞേ 17ൻ്റെ പൂവന പൂക്കൊഴിഞ്ഞേ. താരുണ്യത്തിൻ കടഞ്ഞെടുത്ത പൊൻകുടമൊടുവിൽ ഞാൻ കാഴ്ച പണ്ടം മാത്രമായി ഊഴിഞ്ഞിട്ട നേർച്ചക്കോഴി പോലെയായി. അറബിപ്പൊൻ വിളയും മാരുമണൽ കാട്ടില്. അകലെ അബുദാബി ഗൾഫിൻ്റെ നാട്ടില്. അധ്വാനിക്കും നിങ്ങൾ സൂര്യൻ്റെ ചോട്ടില്. അനുഭവിക്കാൻ ഞാനും കുട്ടിയും ഈ വീട്ടില്. ഞാനൊന്നു ചോദിക്കുന്നു, ഈ കോലത്തിന് എന്തിന് സമ്പാദിക്കുന്നു? ഒന്നുമില്ലെങ്കിലും തമ്മിൽ കണ്ടുകൊണ്ട് നമ്മൾ രണ്ടും ഒരു പാത്രത്തിലുണ്ണാമല്ലോ. ഒരു പായ് വീരിച്ചൊന്നിച്ചുറങ്ങാമല്ലോ. കത്തുവായി ചൂടൻ കണ്ണുനീർ വാർക്കണ്ട. കഴിഞ്ഞു പോയതിനെ ഒന്നുമേയോർക്കണ്ട. കൽബില് കഥനപ്പൂ മാല്യങ്ങൾ കോർക്കണ്ട. കഴിവുള്ള കാലം കളഞ്ഞിനി തീർക്കണ്ട. യാത്ര തിരിക്കുമല്ലോ. എനിക്കാ മുഖം കണ്ടു മരിക്കാമല്ലോ. നിങ്ങൾക്കായി തട്ടിക്കൊട്ടി കട്ടിലിട്ടു പട്ടു വിരിച്ചറയുന്നോരുക്കിടട്ടെ. തൽക്കാലം ഞാൻ കത്തു ചുരുക്കിടട്ടെ. അപ്പോൾ എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഈ പാട്ട് പാടി കഴിഞ്ഞപ്പോഴേ മനസ്സിലൊരു എന്തോ ഒരു സങ്കടമോ ഇതൊക്കെ. ഇതൊരു സത്യത്തിലൊരു വിരഹഗാനാണ്. ഗൾഫിൽ പോയ ഭർത്താവിനെ
തിരിച്ചു വരാൻ വേണ്ടി ഭാര്യ എഴുതുന്ന ഒരു സങ്കട കത്താണിത്. അപ്പോൾ അദ്ദേഹം അത് ആദ്യമായിട്ട് എഴുതിയ കത്തുപാട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ മറുപടി കത്തുണ്ട്. അബുദാബിയിലുള്ളോരെഴുത്തു പെട്ടി, ആ പാട്ട് ആണ്. അപ്പോൾ എന്താ പറയുക, ഇത് പാടിക്കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സങ്കടം പോലെ മനസ്സിൽ. അപ്പോൾ ഏതായാലും വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഏതായാലും വേറൊരു വിഷയമായിട്ട് പിന്നീട് വരാം. ടാറ്റ.